അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലരും ചോദിക്കാറുണ്ട്, വീട്ടിൽ താമസിക്കാൻ പറ്റുന്നില്ല, ചങ്ങല വലിച്ചു പോകുന്ന ശബ്ദം, അല്ലെങ്കിൽ വീട്ടിലേക്ക് എന്തോ അടിക്കുന്ന ശബ്ദം, ശക്തമായ നിലക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു, പിശാചുബാധയാണ്, പരിഹാരമുണ്ടോ? അല്ല. വീട് വിൽക്കണോ? അല്ല. സ്ഥലം മാറി പോകണോ? വീട് വിറ്റുപോകണോ? ഇങ്ങനെ പലതും ചോദിക്കുന്നവരുണ്ട്. അത്തരക്കാരോട് പറയാനുള്ളത്, അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ചില വീടുകളിൽ ചില കർമ്മങ്ങൾ ചെയ്താൽ ആ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. പൈശാചികമായ ബാധയെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഒരുപാട് അമലുകൾ ഉണ്ട്. പല വീട്ടുകാർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. വീട് ബന്ദ് ചെയ്യുന്നുണ്ട്, ഭൂമി അടക്കം ചെയ്യുന്നുണ്ട്. പൈശാചികമായ ബാധ വീട്ടിലേക്ക് കടന്നു വരുന്നതിനെ തടയാനുള്ള നക്സ് നമ്മുടെ കയ്യിലുണ്ട്, തടയാനുള്ള പരിച നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ പല വീട്ടുകാർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും പല ഭാഗങ്ങളിലും നമ്മൾ ഈ അമൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. വളരെ പൈശാചികമായ പ്രയാസം കൊണ്ട് താമസിക്കാൻ പറ്റാത്ത വീട്ടുകാർക്ക് നമ്മളിത് ചെയ്തു കൊടുത്തപ്പോൾ വലിയ സമാധാനം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അങ്ങനെ പ്രയാസപ്പെടുന്ന വീടുകളാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് പല ഇടങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളായ ഉസ്താദുമാരുണ്ട്, സയ്യിദീങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അവരോ നമ്മളോ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അമൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ മുടങ്ങാതെ 7 ദിവസം വളരെ പ്രയാസകരമായ വീട്, ശൈത്വാനിയത്തിൻ്റെ ശർറ് കൊണ്ട് താങ്ങാൻ പറ്റാത്ത വീട്, പൈശാചിക ബാധ കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത വീട്, അങ്ങനെയുള്ള വീടാണെങ്കിൽ നിങ്ങളൊരു പാത്രം വെള്ളം വെക്കുക മുമ്പിൽ, അതിലൊരൽപ്പം കല്ലുപ്പ് ചേർക്കണം. ശേഷം നിങ്ങൾ ഖുതുബിയ്യത്ത് റാത്തീബ് നടത്തുക. വീട്ടിൽ എല്ലാവരും വിളിച്ചു കൂട്ടണമെന്നില്ല, എല്ലാവരെയും വിളിച്ച് ചേർക്കണമെന്നില്ല. നിങ്ങൾ തന്നെ ഒരു ഖുതുബിയ്യത്ത് റാത്തീബ് വീട്ടിൽ ചൊല്ലുക, ആ വെള്ളത്തിൽ ഊതുക. അതോടൊപ്പം ഹദ്ദാദ് റാത്തീബ് ചൊല്ലുക, ആ വെള്ളത്തിൽ ഊതുക. അസ്മാഉൽ ഹുസ്ന റാത്തീബ് ചൊല്ലുക, ആ വെള്ളത്തിൽ ഊതുക. അലവാൻ റാത്തീബ് ചൊല്ലുക, ആ വെള്ളത്തിൽ ഊതുക. ശേഷം നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് ഒരു തവണ, അൽ ബഖറ ഒരു തവണ, സൂറത്തുൽ അൻആം ഒരു തവണ, ഇതെല്ലാം ഓതി ഈ വെള്ളത്തിൽ ഊതുക. ശേഷം 101 തവണ ആയത്തുൽ കുർസി മന്ത്രിച്ച് ഈ വെള്ളത്തിൽ ഊതുക. ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ അമലിൽ നിങ്ങൾ എത്ര വലിയ പിശാചിൻ്റെ പിടിയിൽപ്പെട്ടവരാണെങ്കിലും, പിശാചിൻ്റെ സഞ്ചാരമുള്ള വീടാണെങ്കിലും, തുടരെ 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം 21 ദിവസം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അമൽ നിങ്ങൾ ചെയ്താൽ അവിടെ ഒരു പിശാചിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകൂല, ഒരു ഷർറുമുണ്ടാകൂല. നിങ്ങളിത് ചെയ്തിട്ട് എന്തു ചെയ്യണം? ഈ വെള്ളം വീടിന് ചുറ്റും ഇടമുറിയാതെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ പരിസരത്തിലുമെല്ലാം ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് തുടരെ ഈ പറഞ്ഞ കണക്കിൽ നിങ്ങൾ ചെയ്താൽ ആ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങിപ്പോകും. ഒരു ശൈത്വാനിയത്തിനും അവിടെ വസിക്കാൻ പറ്റൂല, ഒരു സിഹറിനും അവിടെ തങ്ങാൻ പറ്റൂല. അത്രയും
ഫലവത്തായൊരു അമലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രയാസപ്പെടുന്നവർ ഇത് ചെയ്യുക. പിന്നെ വീട് കെട്ടുന്ന ഒരുപാട് അമലുകളുണ്ട്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂല. അതൊക്കെ ആവശ്യമുള്ളവർ ഇൻഷാ അല്ലാഹ് ബന്ധപ്പെട്ടാൽ ചെയ്തു തരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.